ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 10,000 സ്റ്റെപ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. വളരെ ഷോർട്ട് ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ജോലിയുള്ള ദിവസമാണ്, എല്ലാവർക്കും ബിസിയാണെന്ന് എനിക്കറിയാം, എനിക്കും ബിസിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മുതൽ വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാനായിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നല്ലോണം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പണ്ട് ഇതുപോലെ വാക്കിംഗ് ചലഞ്ചസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് വെക്കുന്ന ഒരു ഫിഗർ ആയിരുന്നു 10,000 സ്റ്റെപ്സ്. അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ ഫിറ്റ്നസ് ട്രാക്കിംഗ് വാച്ചുകളിലായാലും ഒക്കെ 10,000 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കഴിഞ്ഞ ദിവസം അമ്മുവാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഫിറ്റ്ബിറ്റിൽ 10,000 സ്റ്റെപ്സ് ആയി കഴിഞ്ഞാൽ എന്തോ ഒരു ഗെയിം കിട്ടും ഇത്ര. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 10,000 സ്റ്റെപ്സ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളത് കെട്ടി എവിടെയെങ്കിലുമൊക്കെ ഓടി നടക്കുക എന്തെങ്കിലും ചെയ്തിട്ട് 10,000 സ്റ്റെപ്സ് ആക്കിയിട്ട് അത് കളിക്കാറുണ്ട്. അത് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ 10,000 സ്റ്റെപ്സ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് വറി ആവാറുള്ള സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ചുമ്മാ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എങ്ങനെയെങ്കിലും 10,000ലേക്ക് ആക്കുക, നിന്ന സ്ഥലത്ത് തന്നെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ. ഈ 10,000 സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ തലയിൽ അങ്ങനെ എൻഗ്രേവ് ചെയ്ത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ജാപ്പനീസ് പെഡോമീറ്റർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജിൽ 10,000 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ ഒരു ആള് നടക്കണ പോലെയാണ്. അപ്പോൾ അവർ ആ പെഡോമീറ്ററിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിഗർ. ഇത് കറക്റ്റ് ആണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഒരു കാര്യം പറയാൻ പറ്റും, ഞാൻ ഈ 10,000 സ്റ്റെപ്സ് ഒക്കെ നടന്നിരുന്ന ആ സമയത്ത് എനിക്ക് എൻ്റെ വെയിറ്റിൽ യാതൊരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസിന് എന്നെ സഹായിച്ചായിട്ടുള്ള ഇനിയും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരെണ്ണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു. ബാക്കിയുള്ള ടിപ്സ് ഞാൻ വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 10,000 സ്റ്റെപ്സ് നടക്കുന്നവർ ഇത് കണ്ടിന്യൂ ചെയ്തോ എന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 10,000 സ്റ്റെപ്സ് എന്നുള്ളത് തലയിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ട് അതിനെപ്പറ്റി വറി ചെയ്ത് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ടും അത് ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരില്ലേ, അവർ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 3,000 സ്റ്റെപ്സ് ആയാലും 4,000 സ്റ്റെപ്സ് ആയാലും എത്രയായാലും നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മളൊരു സെൻറ്റൻസ് മുഴുമിപ്പിക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടണം നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട്. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ ഹാർട്ട് ബീറ്റ് എത്തണം. അപ്പോഴാണ് അതൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വർക്കൗട്ട് കുറേശ്ശെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഈ 10,000 എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. 10,000 എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുക. സ്മിതസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.